പടിഞ്ഞാറൻ സാഹിത്യ ദർശനത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ് തുടക്കക്കാരൻ? വിമർശനത്തിൻ്റെ, പടിഞ്ഞാറൻ സാഹിത്യത്തിലെ വിമർശനത്തിൻ്റെ തുടക്കം, അതായത് വിമർശനത്തിൻ്റെ ശബ്ദം ലോകമെമ്പാടും എത്തിച്ചത് ആരുടെ വാക്കുകളിലൂടെയായിരുന്നു? ആര്? പ്ലേറ്റോയുടെ ശബ്ദത്തിലൂടെയായിരുന്നു. അതായത് അതെവിടെയായിരുന്നു? സ്ഥലം ഗ്രീസാണ് കേട്ടോ. പടിഞ്ഞാറൻ സാഹിത്യ ദർശനത്തിൻ്റെ ഈറ്റില്ലം എന്ന് പറയുന്നത് ഗ്രീക്കാണ്. സോക്രട്ടീസിന്റെ ശിഷ്യനായിരുന്നു പ്ലേറ്റോ. പ്ലേറ്റോയുടെ ശിഷ്യനാരാ? അപ്പോൾ BC 427 മുതൽ 347 വരെയായിരുന്നു പ്ലേറ്റോയുടെ ജീവിതകാലം. പ്ലേറ്റോനെ കുറിച്ച് പറഞ്ഞിട്ട് പ്ലേറ്റോയുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് പോകട്ടെ, ലാസ്റ്റ് ആവുമ്പോൾ. പിന്നെ പ്ലേറ്റോയുടെ സംഭാവന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായിരുന്നു? കാലം 427 മുതൽ 347 വരെ BC. സോക്രട്ടീസിന്റെ ശിഷ്യനായിരുന്നു. ചിലപ്പോൾ നമുക്ക് മാറിപ്പോവും. അരിസ്റ്റോട്ടിൽ ഇങ്ങനെ ഓപ്ഷൻ വരുമ്പോഴേ സോക്രട്ടീസ് ആണോ അങ്ങോട്ടും ഇങ്ങോട്ട് ശരിക്കും തറായിട്ട് അത് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മളത് മാറിപ്പോകും. നമുക്ക് അങ്ങോട്ട് കൺഫ്യൂഷൻ വരും. മിക്കതും നമുക്ക് പരീക്ഷയ്ക്ക് തെറ്റിയ കൺഫ്യൂഷൻ വരിക ചെയ്യാറ്. അത്രയ്ക്കും തറായിട്ട് പഠിച്ചത് നമുക്ക്. അപ്പോൾ 35 സംവാദ കൃതികളും പിന്നെ 13 കത്തുകളുമാണ് പ്ലേറ്റോയുടെ സംഭാവന. 35 സംവാദ കൃതികൾ. ഈ സംവാദ കൃതികളെ ഡയലോഗ്സ് എന്നാണ് കേട്ടോ പറയുക. സംവാദ കൃതികൾ ഡയലോഗ്സ് ആണ്. പിന്നെ 13 കത്തുകളാണ്. പിന്നെ പ്രധാന കൃതികൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പ്ലേറ്റോയുടെയോ അരിസ്റ്റോട്ടിലിൻ്റെയോ ഒരു കൃതി ചോദിക്കാത്ത പരീക്ഷ ഉണ്ടാകാറില്ല. പ്ലേറ്റോയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഒന്ന് റിപ്പബ്ലിക്, സിംപോസിയം, ഇയോൺ, നിയമങ്ങൾ, അപ്പോളജി, സ്റ്റേറ്റ്സ്മാൻ. റിപ്പബ്ലിക്, സിംപോസിയം, ഇയോൺ, നിയമങ്ങൾ, ലോസ്, അപ്പോളജി, സ്റ്റേറ്റ്സ്മാൻ. ഇതൊക്കെ സംവാദ രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള കൃതികളാണ് കേട്ടോ. സംവാദ രീതിയിലാണ്. അപ്പോളജി, സ്റ്റേറ്റ്സ്മാൻ. സ്റ്റേറ്റ്സ്മാൻ അതൊരു 2-3 പ്രാവശ്യം വായിച്ചോട്ടെ. അത് റിപ്പബ്ലിക്, സിംപോസിയം, ഇയോൺ, നിയമങ്ങൾ, അപ്പോളജി, സ്റ്റേറ്റ്സ്മാൻ. ഇത് കാരണം നമുക്ക് പ്ലേറ്റോയുടെ കൃതികളും അരിസ്റ്റോട്ടിൻ്റെ കൃതികളും നമുക്ക് അങ്ങോട്ട് ചിലപ്പോൾ മാറി പോകാറുണ്ട്, കൺഫ്യൂഷൻ വരാറുണ്ട്. നമ്മൾ പഠിച്ചിട്ട് പിന്നെ പരീക്ഷയുടെ തലേദിവസം ഒന്നും നോക്കണ്ടാവും. പരീക്ഷ എഴുതുമ്പോൾ മുൻപ് ചിലപ്പോൾ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ റിപ്പബ്ലിക്, സിംപോസിയം, ഇയോൺ, നിയമങ്ങൾ, അപ്പോളജി, സ്റ്റേറ്റ്സ്മാൻ. ഇതാണ് ഇന്നും ഈ കൃതികൾക്ക് ഇഷ്ടം പോലെ വായനക്കാരുണ്ട് കേട്ടോ, പ്ലേറ്റോയുടെ ഈ കൃതികൾക്ക്. പിന്നെ പ്രധാനപ്പെട്ട തത്വങ്ങൾ ഏതൊക്കെ തത്വങ്ങളാണ് പ്ലേറ്റോയുടെ തത്വങ്ങൾ? ആശയതത്വം, അനുകരണ തത്വം, പ്രചോദന തത്വം, കാവ്യനിരാസ തത്വം. 4 തത്വങ്ങളാണ് കേട്ടോ. ആശയം അങ്ങനെ ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കുക. ആശയതത്വം, അനുകരണ തത്വം, പ്രചോദന തത്വം, കാവ്യനിരാസ തത്വം. ഇങ്ങനെ 4 നെടുന്തൂണുകളാണ് കേട്ടോ സാഹിത്യത്തിലെ. പടിഞ്ഞാറൻ സാഹിത്യത്തിൻ്റെ 4 നെടുന്തൂണുകളാണ് പ്ലേറ്റോയുടെ ഈ ആശയങ്ങൾ. ഒന്ന് ആശയതത്വം, അനുകരണ തത്വം, പ്രചോദന തത്വം, കാവ്യനിരാസ തത്വം. ഇതാണ് കലാസാഹിത്യ നിരീക്ഷണങ്ങൾ ഈ 4 തത്വങ്ങളിലൂടെ ഉൾച്ചേർന്നതാണ്. അത് ഓരോ തത്വങ്ങളും അങ്ങനെ ആക്കണ്ടല്ലോ. അത് വലിയ പഠിച്ചു വെച്ചാൽ മതി. കാരണം ഫുള്ള് അങ്ങനെ പഠിക്കണ്ട, കൃതികൾ പഠിക്കണം. ഈ 4 തത്വങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറുണ്ട്. ഓർഡറിലൊക്കെ ചിലപ്പോൾ ചോദിക്കും. നമ്മുടെ ഇത് ഭാഗ്യം പോലെ ആയിരിക്കും ചോദിക്കാറുണ്ട്. ഇയാളുടെയും അരിസ്റ്റോട്ടലിൻ്റെയും കൂടി വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. അപ്പോൾ ആശയം കഴിഞ്ഞ അനുകരണം, അനുകരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രചോദനം, പിന്നെ കാവ്യനിരാസ തത്വം. പിന്നെ 4 ഈ അനുകരണവാദത്തിലാണ് കേട്ടോ 4 കട്ടിലിൻ്റെ കാര്യം പറയുന്നത്. 4 കട്ട്, അതായത് എന്താ പറയുക, ആശയപരമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള, അതായത് ആശയലോകത്തെ കട്ടിലുണ്ട്. പിന്നെ ആശാരി നിർമ്മിച്ച കട്ടില്, ചിത്രകാരൻ്റെ കട്ടില്, അങ്ങനെ പറയുന്ന ആ ഒരു കട്ടിലുകളെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ ഇത് പ്ലേറ്റോയാണ് കേട്ടോ കട്ടിലിൻ്റെ ആ ഒരു ഭാഗം പറയുന്നത്. അനുകരണവാദത്തിലാണ് കട്ടിലിനെ കുറിച്ച് പറയുന്നത്. 3 കട്ടിലുണ്ട്, 4 കട്ടിലല്ല, 3 കട്ടിലാണ്. ശരിക്കും എന്താണ്, ഒന്നാമത്തെ കട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശയാണ്. രണ്ടാമത്തതാണ് ആശാരി പണിതത്. മൂന്നാമത് ചിത്രകാരൻ നിർമ്മിച്ച കട്ടിൽ.
എല്ലാം എന്ത് ചെയ്യാന്നാ പറയുന്നത്? അനുകരിക്കുകയാണ് അല്ലെ? ആശയത്തിന് ആശാരി അനുകരിച്ചു, ആ ചിത്രത്തിന് ചിത്രകാരൻ അനുകരിച്ചു. ഇതിലൊക്കെ എന്താണ്? അനുകരണ തത്വമാണ് ഇതിലൊക്കെ ഒളിഞ്ഞു കിടക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് കലാകാരന്റെ ആ ഒരു സാഹിത്യ കൃതി എന്ന് പറയുന്നത് സത്യത്തിൽ നിന്ന് 3 മടങ്ങ് അകലെയാണെന്ന് പറയുന്നുണ്ട്. പ്ലേറ്റോയുടെ വാക്കുകളാണ്. കലാകാരൻ സത്യത്തിൽ നിന്നും 3 മടങ്ങ് അകലെയാണ്. പിന്നെ പ്ലേറ്റോയുടെ കാവ്യപ്രചോദനത്തെ കുറിച്ചിട്ട് പറയുന്നത് ഇയോൺ എന്ന് പറയുന്ന കൃതിയിലാണ് കേട്ടോ. ഇയോൺ എന്ന് പറയുന്ന കൃതിയിലാണ് പ്ലേറ്റോ കാവ്യപ്രചോദനത്തെ പറ്റി പറയുന്നത്. കവിതയെ കുറിച്ചിട്ട് പ്ലേറ്റോയുടെ നിർവചനം: ബോധവും മനസ്സും വിട്ടൊഴിഞ്ഞു പോകുന്ന വിഭ്രാന്ത മുഹൂർത്തത്തിന്റെ സൃഷ്ടിയാണ് കവിത. ബോധവും മനസ്സും വിട്ടൊഴിഞ്ഞു പോകുന്ന വിഭ്രാന്ത മുഹൂർത്തത്തിന്റെ സൃഷ്ടിയാണ് കവിത. ഇയോൺ, ION, ഇയോണിലാണ് പ്രചോദനത്തെ, കാവ്യപ്രചോദനത്തെ പറ്റിയിട്ട് ദീർഘ ഉപന്യാസങ്ങൾ രചിച്ചിട്ടുള്ളത് ഇയോൺ എന്ന് പറയുന്ന കൃതിയിലാണ്. മനസ്സും വിട്ടൊഴിഞ്ഞു പോകുന്ന വിഭ്രാന്ത മുഹൂർത്തത്തിന്റെ സൃഷ്ടിയാണ് കവിത. ബോധവും മനസ്സും വിട്ടൊഴിഞ്ഞു പോകുന്ന വിഭ്രാന്ത മുഹൂർത്തത്തിന്റെ സൃഷ്ടിയാണ് കവിത. എല്ലാ കാലഘട്ടത്തിലും ജീവിക്കപ്പെടുന്ന, വായിക്കപ്പെടുന്ന ഒരു കലാവിമർശകനാണ് കേട്ടോ പ്ലേറ്റോ. തിയറി ഓഫ് ഇൻസ്പിരേഷൻ, പ്രചോദന സിദ്ധാന്തത്തിന് പറയുന്ന പേരാണ് തിയറി ഓഫ് ഇൻസ്പിരേഷൻ. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിൽ, മലയാളത്തിലുള്ളത് ചോദിച്ചു. നമ്മളത് ഇംഗ്ലീഷിലുള്ളതായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കഴിഞ്ഞ ഈ പരീക്ഷയ്ക്ക് ചോദിച്ചത് പാർട്ട് ടൈം HSCയുടെ ഒരു പരീക്ഷയ്ക്കാണ് ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷിൽ നമ്മളത് മലയാളത്തിലാണ്, മലയാളത്തിൽ ചോദിച്ചു. നമ്മളത് ഇംഗ്ലീഷിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എക്സ്പ്രഷനിസ്റ്റ് നാടകം. എക്സ്പ്രഷനിസം അല്ലേ? നാടകം ഭാവാത്മക നാടകം. നമ്മളെ എക്സ്പ്രഷൻ പുളിമാനയാണ് പുള്ളിക്കാരന്റെ. പുളിമാന എക്സ്പ്രഷൻ ഭാവാത്മകത ചോദിച്ചപ്പോ നമുക്ക് കിട്ടിയില്ല. എപ്പോഴും തിയറി ഓഫ് ഇൻസ്പിരേഷൻ, പ്രചോദനം അറിയാം. ഇൻസ്പിരേഷൻ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. ഇതിന്റെ മലയാളം ശരിക്കും നമ്മൾക്ക് വരുന്ന ഇതാണ്. വേറെ സബ്ജക്റ്റിൽ നമുക്ക് ഈ മലയാളംകാർക്കാണ് ഇത്രയ്ക്കും നമ്മൾ അയ്യോ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിന് നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. പിന്നെ പ്ലേറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ. മഹാനായിട്ട് ശിഷ്യനാണ് കേട്ടോ. പ്ലേറ്റോ തുടങ്ങി വെച്ചെടുത്ത് നിന്നും സാഹിത്യ ദർശനത്തെ പിന്നെ മുതലിപ്പോൾ ഞാൻ അടയാളപ്പെടുത്തി പോയിട്ടുണ്ട്. പ്രകാരൻ എന്ന് പറയാറുണ്ട് അരിസ്റ്റോട്ടിൽ. ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അരിസ്റ്റോട്ടിലിനെ സ്റ്റാഗിറക്കാരൻ എന്ന് പറയുന്നത്? അതായത് സ്റ്റാഗിറ എന്ന സ്ഥലത്താണ് അരിസ്റ്റോട്ടിൽ ജനിച്ചത്. അതുകൊണ്ടാണ് അരിസ്റ്റോട്ടിലിനെ സ്റ്റാഗിറക്കാരൻ. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BC 384 കേട്ടോ അരിസ്റ്റോട്ടിൽ ജനിക്കുന്നത്. സ്റ്റാഗിറയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പിതാവിൻ്റെ പേര് പറയുന്നില്ല. നിക്കോമാക്കസ് മാസിഡോണിയൻ ചക്രവർത്തിയായിട്ടുള്ള ഫിലിപ്പിൻ്റെ കൊട്ടാരം വൈദ്യനായിരുന്നു അദ്ദേഹം. അതായത് നിക്കോമസ് മാസിഡോണിയൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ വൈദ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. അതാണ് നമ്മൾ മറ്റേ ഇതൊക്കെ പഠിക്കുമ്പോഴേ, ട്രാജഡി പഠിക്കുന്ന സമയത്ത് വികാര വിമലീകരണം, അപ്പോൾ ആ ഒരു പദത്തിനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഏതിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നുണ്ട് നമ്മൾ മറ്റേ ദുരന്ത നാടകമായിട്ട് പഠിക്കുമ്പോൾ. അപ്പോൾ അത് ആ ഒരു കൊട്ടാരൻ വൈദ്യനായിരുന്നതുകൊണ്ട് അവിടെ നിന്നാണ് ആ ഒരു പുസ്തകത്തിൻ്റെ പേരൊക്കെ പറയുന്നത്.
ഈ നിക്കോമസ് മാസിഡോണിയൻ ചക്രവർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിമർശകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിസ്റ്റോട്ടിലാണ് കേട്ടോ. അച്ഛനാണ്. അക്കാദമിയാണ് കേട്ടോ പ്ലേറ്റോയുടെ വിദ്യാലയം. അക്കാദമി അവിടുത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു അരിസ്റ്റോട്ടിൽ. ഇരുപത് വർഷമാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട്, പ്ലേറ്റോയുടെ ശിഷ്യനായിട്ട് അരിസ്റ്റോട്ടിൽ അവിടെ കഴിഞ്ഞു. പിന്നെ തിരിച്ച് ഏതൻസ് എന്ന് പറയുന്ന നഗരം അരിസ്റ്റോട്ടിലായിട്ട് ബന്ധപ്പെട്ടതാട്ടോ. തിരിച്ച് സ്റ്റാഗറയിൽ ജനിച്ചു, പിന്നെ പഠനം കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് ഏതൻസിലാണ്. അവിടെയാണ് അരിസ്റ്റോട്ടിലെ ലൈസിയം ആരംഭിക്കുന്നത്. പരിക്രമണ വിദ്യാലയം എന്നാണ് ലൈസിയത്തിന് പറയുന്നത്. പെരിപ്പതറ്റിക് സ്കൂള്, പരിക്രമണ വിദ്യാലയം, പെരിപ്പതറ്റിക്. ഇത് ഈ 3 പേരുകളും എപ്പോഴും തിരിച്ചു മറിച്ചും ചോദിക്കട്ടെ. പെരിപ്പതറ്റിക് സ്കൂള് ആരുടേതാന്ന് ചോദിക്കാറുണ്ട്. പരിക്രമണ വിദ്യാലയം എന്നാണ് മലയാളത്തിൽ പറയുക. ഏതൻസിലാണ് കേട്ടോ അദ്ദേഹം പെരിപ്പതറ്റിക് സ്കൂള്, പരിക്രമണ വിദ്യാലയം തുടങ്ങുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നുകൊണ്ടാണ് അദ്ദേഹം ക്ലാസ് എടുക്കുക കേട്ടോ. ഇരുന്നിട്ടും നിന്നിട്ടുമില്ല, അദ്ദേഹം എപ്പോഴും നടന്നുകൊണ്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് കേട്ടോ ഈ പരിക്രമണ വിദ്യാലയം എന്നുള്ള പേര് വരാൻ കാരണം. എല്ലാ വിഷയത്തിലും അഗാധമായിട്ടുള്ള പാണ്ഡിത്യം ഉണ്ടായിരുന്ന വിമർശകനായിരുന്നു കേട്ടോ അരിസ്റ്റോട്ടില്. യുക്തിശാസ്ത്രം, പ്രഭാഷണശാസ്ത്രം, കാവ്യശാസ്ത്രം, ഫിസിക്സ്, അതുപോലെ സസ്യശാസ്ത്രം, ജന്തുശാസ്ത്രം, മനഃശാസ്ത്രം, ധനശാസ്ത്രം, രാഷ്ട്രതന്ത്രം, തത്വശാസ്ത്രം. അപ്പം അദ്ദേഹം കൈവയ്ക്കാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരിചിതമല്ലാത്ത ഒരു മേഖലയും ഉണ്ടായിരുന്നില്ല. യുക്തിശാസ്ത്രത്തിലായാലും പ്രഭാഷണശാസ്ത്രത്തിലായാലും കാവ്യം, ഭൗതികശാസ്ത്രം, സസ്യശാസ്ത്രം, ജന്തുശാസ്ത്രം, മനഃശാസ്ത്രം, ധനശാസ്ത്രം, രാഷ്ട്രതന്ത്രം, ഇതിലെല്ലാം തത്വശാസ്ത്രം, എപ്പോഴും അദ്ദേഹം അന്വേഷിക്കുന്നത് ലോകത്തിന്റെ പൊരുൾ എന്ത്, ലോകത്തിന്റെ സത്ത എന്ത്, ഇതിനെക്കുറിച്ചായിരുന്നു നിരന്തരമായിട്ടുള്ള അരിസ്റ്റോട്ടിലിന്റെ അന്വേഷണം. അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരമാണുവാദികളുണ്ട്, പരമാണുവാദികൾ ആറ്റോമിസ്റ്റ്സ് എന്ന് പറയും. ആറ്റോമിസ്റ്റുകളുടെ അവരുടെ ഭൗതിക സിദ്ധാന്തം, അതായത് ഫിസിക്സ് അങ്ങനത്തെ. ആറ്റോമിസ്റ്റ് മലയാളം എന്താ പറഞ്ഞു? പരമാണുവാദി. അവരുടെ ആറ്റോമിസ്റ്റുകളുടെ ഭൗതിക സിദ്ധാന്തത്തെയും നമ്മുടെ പ്ലേറ്റോയുടെ ആശയ സിദ്ധാന്തത്തെയും പരസ്പരം ബന്ധിപ്പിച്ചിട്ടാണ് അദ്ദേഹം ലോകത്തിനെ വ്യാഖ്യാനിച്ചിരുന്നത്. അതായത് പരമാണുവാദികൾ, അതായത് ആറ്റോമിസ്റ്റ്, അവരുടെ ഭൗതികവാദത്തിനെയും നമ്മുടെ പ്ലേറ്റോയുടെ ആശയവാദത്തിനെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ലോകത്തിന്റെ എന്താണ് ലോകം, അതായത് ലോകത്തിന്റെ സത്യം എന്ത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ സത്ത എന്ത്, പൊരുൾ എന്തെന്നൊക്കെ അന്വേഷിച്ചിരുന്നത്. എപ്പോഴും അതിനെക്കുറിച്ചാണ് അദ്ദേഹം മരിക്കുന്നത് വരെ അന്വേഷണം നടത്തിക്കുന്നത്. അപ്പൊ ഈ രീതിയിലാണ്, അതായത് ആറ്റോമിസ്റ്റുകളുടെ ഭൗതികവാദത്തിന്റെ സത്തയെയും അതുപോലെ പ്ലേറ്റോയുടെ ആശയവാദത്തിന്റെ സത്തയെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ലോകത്തിന്റെ സത്തയെ കുറിച്ചിട്ട് അന്വേഷിച്ചത്. പിന്നെ പ്രധാനപ്പെട്ട കൃതിയാണ് പോയറ്റിക്സ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ കാവ്യശാസ്ത്ര ഗ്രന്ഥമാണ് അരിസ്റ്റോട്ടിലിന്റെ പോയറ്റിക്സ്. പ്ലേറ്റോയുടെ ഏതാന്ന് പറഞ്ഞ നമ്മള് റിപ്പബ്ലിക്. പ്ലേറ്റോയുടെ റിപ്പബ്ലിക് ലോകത്തിലെ തന്നെ ആദ്യത്തെ കാവ്യശാസ്ത്ര ഗ്രന്ഥമാണ് പോയറ്റിക്സ്. 26 അധ്യായങ്ങളാണ് ഉള്ളത് പോയറ്റിക്സിൽ. ഇനി അതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യും. 26 അധ്യായങ്ങളാണ് പോയറ്റിക്സിലുള്ളത്.
റിപ്പബ്ലിക് പശ്ചാത്തലത്തിൽ പോയറ്റിക്സ് ആണ് എപ്പോഴും വിശദീകരിച്ചിട്ട് ചോദിക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ കവിതയുടെ ആമുഖത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ കവിതയ്ക്ക് ആമുഖം തയ്യാറാക്കുന്നുണ്ട്. അതിലാണ് എല്ലാ കലകളുടെയും അടിസ്ഥാന തത്വം അനുകരണമാണെന്ന് പറഞ്ഞു വെക്കുന്നത് 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിലാണ്. എല്ലാ കലകളുടെയും അടിസ്ഥാന തത്വം അനുകരണമാണ്. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ കവിതയ്ക്ക് ഒരാമുഖം പറയുന്നുണ്ട്. അതിൽ തന്നെ എല്ലാ തരത്തിലുള്ള കൃതികളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ട്രാജഡിയെ കുറിച്ചിട്ടും കോമഡിയെ കുറിച്ചൊക്കെ സൂചിപ്പിച്ച് പോകുന്നുണ്ട്. വിശദമായിട്ടുള്ള ചർച്ച വേറെ അധ്യായത്തിലാണ്. അതിലാണ് എല്ലാ കൃതികളും എല്ലാ കലകളുടെയും തത്വം, അടിസ്ഥാനപരമായിട്ടുള്ള തത്വം അനുകരണമാണെന്നാണ് അദ്ദേഹം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞു വയ്ക്കുന്നത്. 6 മുതൽ 9 വരെയുള്ള അധ്യായം ഇമ്പോർട്ടൻ്റ് ആണ്. അതിലാണ് ദുരന്ത നാടക ചർച്ചയ്ക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. 6 മുതൽ 19 വരെ 19 വരെയുള്ള അധ്യായങ്ങളിലാണ് ദുരന്ത നാടക ചർച്ചയ്ക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് പഠിക്കണം കേട്ടോ, ഇത് ചോദിക്കാറുണ്ട്. 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ ദുരന്ത നാടക ചർച്ചയ്ക്കായിട്ട് നീക്കി വെച്ചിരിക്കുകയാണ്. 20 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ കാവ്യത്തിന്റെ ഭാഷ ശൈലി. 20 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ കാവ്യത്തിന്റെ ഭാഷ ശൈലി. 23-ാമത്തെ അധ്യായത്തിൽ ആഖ്യാന കവിതയും ട്രാജഡിയും ചർച്ച ചെയ്യുന്നുണ്ട്. 23-ാമത്തെ അധ്യായത്തിൽ ആഖ്യാന കവിതയും ട്രാജഡിയും ചർച്ച ചെയ്യുന്നുണ്ട്. 24-ഉം 26-ഉം അധ്യായങ്ങളിൽ എപ്പിക്, ഇതിഹാസത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. 24-ഉം 26-ഉം അധ്യായങ്ങളിൽ ഇതിഹാസത്തിനെ കുറിച്ച് 24 മുതൽ 26 വരെ 24-ഉം 26-ഉം 25-ാമത്തെ അധ്യായത്തിൽ കവിതാ വിമർശനം, കവിതാ വിമർശകർ. 24-ലും 26-ലാണ് ഇതിഹാസം. 25-ല് അതായത് വിമർശനം, അതായത് വിമർശകർ എങ്ങനെയായിരിക്കണം, അതുപോലെ അവരുടെ എതിർവാദങ്ങൾ, വിമർശനത്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നതാണ് 25-ല്. അപ്പോൾ 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ കവിതയ്ക്ക് ഒരു ആമുഖം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ട്രാജഡി, കോമഡി മുതലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ 6 മുതൽ പിന്നെ അതിലാണ് പറയുന്നത് എല്ലാ കലകളുടെയും തത്വം, അടിസ്ഥാനപരമായിട്ടുള്ള തത്വം എന്ന് പറയുന്നത് അനുകരണമാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ആദ്യത്തെ 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ. പിന്നെ 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്, ദുരന്ത നാടക ചർച്ചയ്ക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നതാണ്. പിന്നെ കാവ്യഭാഷ ശൈലി, പദസഞ്ചയം, ഇതൊക്കെയാണ് 20 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ, 20, 21, 22 അധ്യായങ്ങളിൽ പറയുന്നത്. 23-ാമത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് ആഖ്യാന കവിതയെ കുറിച്ചിട്ടും ട്രാജഡിയെ കുറിച്ചിട്ടും. 24-ഉം 26-ഉം അധ്യായങ്ങളിൽ ഇതിഹാസം, 25 വിമർശനം. എത്തിക്സ്, പൊളിറ്റിക്സ്, അരിസ്റ്റോട്ടലിന്റെ വേറെ 2 പുസ്തകങ്ങളാണ് കേട്ടോ. എത്തിക്സ് അതുകൂടി വായിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ പോയറ്റിക്സിന്റെ മൊത്തം അതെന്താണെന്ന് കൂടി മനസ്സിലാക്കണമെങ്കിൽ ഈ 2 പുസ്തകം കൂടി വായിക്കണം എന്നാണ് പറയുന്നത്, എത്തിക്സും പൊളിറ്റിക്സും. ഈ നമ്മുടെ അരിസ്റ്റോട്ടില് അവഗണിക്കുന്ന ഒരു സാഹിത്യമുണ്ട്, തീരെ ശ്രദ്ധ കൊടുക്കാത്തൊരു സാഹിത്യം. അത് ഭാവഗീതമാണ് കേട്ടോ. ഭാവഗീതത്തിനെയാണ് അരിസ്റ്റോട്ടില് എപ്പോഴും അവഗണിച്ചിട്ടുള്ളത്. ഒരു
ഒരിക്കലും ഭാവഗീതത്തെ ശരിയായിട്ടുള്ള ഒരു കവിതയായിട്ട് കാണാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അപ്പൊ എപ്പോഴും ഭാവഗീതത്തെ അദ്ദേഹം അവഗണിച്ചിരുന്നു. ഈ ക്വസ്റ്റ്യൻ മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അവഗണിച്ചിട്ടുള്ള വിഭാഗമാണ് ഭാവഗീതം. പിന്നെ അറിയാലോ, ഒരു നമ്മുടെ കേരള പാണിനിയും തയ്യാറാക്കിയതുപോലെ കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള നോട്ട് പോലെ തയ്യാറാക്കിയിട്ടുള്ളതാണ് കേട്ടോ പോയറ്റിക്സ്. കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയ നോട്ടാണ്, ക്ലാസ് നോട്ടുകളുടെ ഒരു സ്വഭാവമാണ് ഇതിനുള്ളത്, പോയറ്റിക്സിലെ വിഷയങ്ങൾക്കുള്ളത്. പിന്നെ കോമഡി, എപ്പിക്, ഇതിനൊന്നും വേണ്ടത്ര പ്രാധാന്യം അദ്ദേഹം കൊടുത്തിട്ടില്ല. കോമഡിക്കും എപ്പിക്കിനും, കോമഡി, എപ്പിക് എന്നീ കാവ്യരൂപങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം അരിസ്റ്റോട്ടിൽ കൊടുത്തിട്ടില്ല. അല്ല, കാവ്യരൂപങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നത് സൂചിപ്പിച്ച് പോകുന്നുണ്ട്. ചില കൃതികൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം എടുക്കുമല്ലോ, അങ്ങനെ അദ്ദേഹം അവഗണിക്കുന്ന കൂട്ടത്തിൽ ഉള്ളതാണ് എപ്പിക്കും പിന്നെ ഭാവഗീതം, ലിറിക്ക്. ഭാവഗീതത്തിനെ പറഞ്ഞ പേര് ലിറിക്ക് എന്നാട്ട, ലിറിക്ക്. പിന്നെ കവിതാ വിമർശനത്തിലൊക്കെ പ്ലാറ്റോ ഉയർത്തുന്ന ചിന്തകൾക്കുള്ള മറുപടി എന്നോണമാണ് അരിസ്റ്റോട്ടിലിന്റെ മറുപടി. പോയറ്റിക്സിൽ ഈ പ്ലാറ്റോ ഉയർത്തുന്ന കവിതയ്ക്കെതിരെ പ്ലാറ്റോ ഉയർത്തുന്ന ചിന്തകൾക്കുള്ള വെല്ലുവിളികൾക്കുള്ള സുശക്തമായിട്ടുള്ള മറുപടിയാണ് പോയറ്റിക്സിൽ. പിന്നെ കവിത തത്വചിന്തയ്ക്ക് മീതയാണെന്ന് സ്ഥാപിക്കാൻ അരിസ്റ്റോട്ടിൽ ശ്രമിച്ചിട്ടുണ്ട്. തത്വചിന്തയ്ക്ക് മീതയാണ് കവിത. ചിലപ്പോൾ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇന്ന് വ്യത്യസ്തമായിട്ടും ചോദിക്കാം. തത്വചിന്തയ്ക്ക് മീതയാണ് കവിത എന്ന് ചോദിച്ചിട്ടുള്ളത് അരിസ്റ്റോട്ടിലാണ്. പ്ലാറ്റോയെ കുറിച്ച് പക്ഷെ എവിടെയും പറയുന്നില്ല കേട്ടാ. പ്ലാറ്റോയ്ക്കുള്ള മറുപടിയാണ്, പക്ഷെ തന്റെ പോയറ്റിക്സിൽ ഒരിടത്തും പ്ലാറ്റോയെ കുറിച്ചിട്ട് ആര് പറയുന്നില്ല, അരിസ്റ്റോട്ടിൽ പറയുന്നില്ല. ഗുരുവൊക്കെ ആയിരിക്കാം, പക്ഷെ ഗുരുവിനെ കുറിച്ചിട്ട് എവിടെയും സൂചിപ്പിക്കുന്നില്ല. പിന്നെ പ്രധാനമായിട്ടും പോയറ്റിക്സ് അറിയപ്പെടുന്നത് ട്രാജഡിയെ കുറിച്ചുള്ള ചർച്ച എന്ന പേരിലാണ് കേട്ടോ ആ ഒരു പുസ്തകം അറിയപ്പെടുന്നത്. കോമൺലി പറയുകയാണെങ്കിൽ സാഹിത്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള തത്വജ്ഞാനപരമായ ചർച്ചയാണ് അതിന്റെ ആന്തരിക അംശം എന്ന് പറയുന്നത്, അതിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. പക്ഷെ അത് അറിയപ്പെടുന്നത് ട്രാജഡിയെ കുറിച്ചുള്ള ചർച്ചയുടെ പേരിലാണ് അത്രയും ശ്രദ്ധേയമായത് ആ കൃതി. ഇനി അരിസ്റ്റോട്ടിലിന്റെ മറ്റൊരു ഇതാണ് മിമസിസ് എന്ന് പറയുന്നത്. ഇമിറ്റേഷൻ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് വാക്ക്, അനുകരണം. അരിസ്റ്റോട്ടിൽ എപ്പോഴും പറയാം മിമസിസ്, അനുകരണം, ഇമിറ്റേഷൻ. അരിസ്റ്റോട്ടിൽ പറയുന്നത് അടിസ്ഥാനപരമായ മനുഷ്യന്റെ ഒരു മാനുഷിക വാസനയാണ് മിമസിസ് എന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാനുഷിക വാസനയാണ് മിമസിസ് എന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നു. ഈ അനുകരണ വാസനയുടെ പ്രകാശനമാണത്രേ കവിത. മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാനുഷിക വാസനയാണ് അനുകരണം. അനുകരണത്തിന്റെ പ്രകാശനമാണ് കവിത എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലാണ്. അതായത് പ്ലേറ്റോയുടെ അനുകരണ സിദ്ധാന്തവും അരിസ്റ്റോട്ടിലിന്റെ അനുകരണ സിദ്ധാന്തവും രണ്ടും രണ്ട് രീതിയാണ് കേട്ടോ. രണ്ടും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. പ്ലേറ്റോയുടെ കാഴ്ചപ്പാടിൽ അനുകരണം എന്താ? അത് വസ്തുവിന്റെ പകർപ്പ് മാത്രമാണ്. പ്ലേറ്റോയുടെ കാഴ്ചപ്പാടില് വസ്തുവിന്റെ പകർപ്പ് മാത്രമാണ് അനുകരണം. അരിസ്റ്റോട്ടിലിന്റെ കാഴ്ചപ്പാടില്
അനുകരണം എന്ന് പറയുന്നത് ആവിഷ്കരണമോ പുനഃസൃഷ്ടിയോ പ്രതിനിധീകരണമോ ആണ്. പ്ലേറ്റോയുടെ കാഴ്ചപ്പാടില് വസ്തുവിന്റെ പകർപ്പ് മാത്രമാണ് അനുകരണം. അരിസ്റ്റോട്ടലിന്റെ കാഴ്ചപ്പാടില് എന്താണ് പുനഃസൃഷ്ടി, അതായത് പുനഃസൃഷ്ടിയോയോ പ്രതിനിധീകരണമായും ആണ് വസ്തുവിന്റെ. അരിസ്റ്റോട്ടിലാണ് കൂടുതലും അനുകരണത്തിനെ കുറച്ചും കൂടി നല്ല രീതിയിൽ അതിനെ കണ്ടത്. അതുപോലെ അനുകരണ സ്വഭാവം നിലനിൽക്കുന്ന ഒരു കലാരൂപം എന്ന നിലയിൽ അരിസ്റ്റോട്ടിൽ കാണിക്കുന്നത് സംഗീതത്തിനെയാണ് കേട്ടോ. സംഗീതം, അതായത് രണ്ടുപേരും അനുകരണത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പ്ലേറ്റോയ്ക്ക് അനുകരണം എന്ന് പറയുന്നത് എന്ത് കണ്ടോ അതിന്റെ